നമസ്കാരം. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്വാഗതം. കേരളം സന്തോഷമാർന്ന ഒരു വാർത്ത കേട്ടാണ് ഇന്നുണർന്നത്. കേരളത്തിന്റെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് നന്മയാർന്ന വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മഴ കുറയുന്നു. ഇപ്പോൾ വെള്ളം പൊങ്ങി നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ വാർത്തയാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ രക്ഷാപ്രവർത്തകർക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയ സാഹചര്യം. എന്തുകൊണ്ടും ഇന്ത്യൻ ആർമി, നാവികസേന, അതോടൊപ്പം തന്നെ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടലിന്റെ മക്കൾ, കടപ്പുറത്തെ നിവാസികൾ, ഒപ്പം കേരളക്കരയിലെ ഒരുപാട് രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തുള്ളവർ, അവരുടെ സംഘടനയിലെ പ്രവർത്തകർ, ഒപ്പം പൊതുജനം ഒന്നിച്ചിറങ്ങിയ സാഹചര്യം. മതങ്ങൾക്ക് വേലിക്കെട്ടുകളില്ലാതെ, മതം വലിയൊരു പ്രസക്തിയില്ലാതെ മതങ്ങൾക്കൊന്നും മനുഷ്യ നന്മകൾക്ക് പ്രസക്തി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ന് സംസ്ഥാനത്ത് പ്രളയക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ കനത്തിരുന്ന മഴ കുറയുന്ന സാഹചര്യം കാണുന്നു. രക്ഷാപ്രവർത്തനം വളരെയധികം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകളാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ആലപ്പുഴ SDV സ്കൂളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ കുടിവെള്ളം സംഭരിച്ചിരുന്ന ടാങ്ക് പൊട്ടിപ്പോയി. 1000 ലിറ്ററോ അതിൽ കൂടുതലോ സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്ക് എത്തിക്കാൻ പറ്റുന്നവർ അത്യാവശ്യമായി ബന്ധപ്പെടേണ്ട നമ്പർ നൽകിയിട്ടുണ്ട്. 9496111942 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. 9496111942 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ഒപ്പം പെപ്പാറ ഡാമിന്റെ ഒരു ഷട്ടർ അടിച്ചു. വൃഷ്ടി പ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്കം കുറഞ്ഞിട്ടുണ്ട്. 2 ഷട്ടറുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ചെങ്ങന്നൂരിൽ രക്ഷപ്പെടുത്തിയ 149 പേരെ തിരുവനന്തപുരത്ത് എത്തിച്ചതായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. കുമിളി പഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മാലിന്യം ഒലിച്ചുപോയി. മൂന്നാർ, അടിമാലി, മറയൂർ മേഖലകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ള സജ്ജീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്കകം അട്ടപ്പാടിയിലേക്ക് ചെറിയ വാഹനങ്ങൾ കടത്തിവിടും. ആറാട്ടുപുഴ ബണ്ട് റോഡ് തകർന്നു. കരുവന്നൂർ പുഴ ഗതിമാറി ഒഴുകുന്നു. നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 35 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിരിക്കുന്നു. ആലപ്പുഴയിലെ സർക്കാർ സ്കൂളുകളിലെ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് 115 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. കേരളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും കർണാടക RTC പുനഃസ്ഥാപിച്ചു. ഒറീസ ഫയർ സർവീസിലെ 250 ജീവനക്കാർ 75 പവർ ബോട്ടുകളുമായി രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരുകയാണ്. കൊച്ചി നഗരത്തിന് വടക്ക് പടിഞ്ഞാറുള്ള 7 ദ്വീപുകളിൽ ജലനിരപ്പ് താണുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ പൂജാകർമ്മങ്ങൾ വെട്ടിച്ചുരുക്കി ആഹാര സാധനങ്ങൾ പമ്പയിലെത്തിക്കാൻ സാധിക്കുന്നില്ല. വാഹന ഗതാഗതം നിലയ്ക്കൽ വരെ മാത്രം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന അടൂർ മാർത്തോമ യൂത്ത് സെന്ററിലെ പ്രധാന ഹബിലേക്കും തിരുവല്ല മാർത്തോമ കോളേജിലെ ഹെലിപാഡിലേക്കും താലൂക്ക് തല ഹബ്ബുകളിലേക്കും സന്നദ്ധ സേവകരുടെ സേവനം അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ജില്ലാ കളക്ടർ PB നൂഹ് അറിയിച്ചു. സന്നദ്ധരായവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുകയും സ്ഥലത്തെത്തുകയും വേണം. അടൂർ മാർത്തോമ യൂത്ത് സെന്റർ 9447001921, 8547611201, 9446540551, 9447087356, 9497328374, 9656945086. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് 9447562141 എന്നീ നമ്പറുകളിലേക്ക് അടിയന്തരമായി ബന്ധപ്പെടുക. ഒപ്പം രക്ഷാപ്രവർത്തനം കേരളത്തിൽ ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കേരളത്തിന് കൈത്താങ്ങായി
തമിഴ് നടന്മാരെത്തുന്നു, പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്തിൽ നിന്ന് ഖത്തർ 35 കോടി കേരളത്തിന് നൽകുന്നു. എന്തുകൊണ്ടും കേരളം സംയോജിതമായ ഇടപെടൽ നടത്തുന്നു. രക്ഷാപ്രവർത്തകർ ഒന്നിച്ചു നിൽക്കുന്നു. എല്ലാ തരത്തിലും കേരളം നല്ല രീതിയിൽ മുന്നിട്ട് പോവുകയാണ്. ഒപ്പം ചെങ്ങന്നൂരിന്റെ സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് വളരെ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ട് വളരെ നല്ല രീതിയിലേക്ക് ചെങ്ങന്നൂരിന്റെയും സാഹചര്യം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.